ഇന്ന് ഞങ്ങളൊന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അതാണ് ഇങ്ങനൊരു വീഡിയോ വന്നിട്ടുള്ളത്. ഇതാ മാറ്റി ഒരുങ്ങി റെഡിയായി നിൽക്കുകയാണ്. വൈകുന്നേരമാണ് കേട്ടോ പോകുന്നത്. കുട്ടികളെ സ്കൂളും അതുപോലെ ഇക്കാൻ്റെ സ്കൂൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതാട്ടോ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നബിദിനൊക്കെ ആവാനായി. അപ്പം മക്കൾക്ക് എന്തെങ്കിലും ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഡ്രസ്സ് എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഇക്കയും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതാട്ടോ വാതിലൊക്കെ പൂട്ടി ഞങ്ങൾ ഇറങ്ങുന്നുണ്ട്. കാര്യം എന്തായാലും കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഇവർക്ക് എന്തെങ്കിലും എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു 2 കാര്യങ്ങളും നടന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിലായിപ്പോയി. അപ്പോൾ പോണ വഴിക്ക് ഇതാട്ടോ വണ്ടീൻ്റെ ഗ്രീസ് അടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങിയതാണ് ഇക്കാക്ക്. അപ്പോൾ അവിടുന്ന് തന്നെ മക്കളെ സ്കൂളിൽ നിന്ന് അങ്ങനെ കൂട്ടിയതായതുകൊണ്ട് ഓർക്കുള്ള ചായയും കൂടെ ഒന്ന് മേടിച്ചു കൊടുത്തിട്ട് അതും കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. മാനന്തവാടി മൈസൂർ റോഡ് എത്തുന്നതിൻ്റെ മുമ്പുള്ള ആ ഒരു പിന്നെ തട്ടുകട പോലത്തെ ഒരു കടയാണ് കേട്ടോ. നല്ല ചായയും കടിയൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം ഇവിടെ ഇരുന്നിട്ട് നല്ലൊരു എന്താ പറയുക ഒരു വൈബായിരുന്നു കേട്ടോ അവിടുന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ചതാ നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ട്. നിച്ചുമോക്ക് ചെറിയൊരു പനിയും തൊണ്ടവേദനയാണ്. അപ്പോൾ ഓളെ ഒന്ന് കാണിക്കണം. ഇക്കാക്ക് ചെറിയൊരു തലവേദന, കുറേ ദിവസമായി തലവേദന പറയണം. അപ്പോൾ ഇക്കാനെ കാണിച്ച് നോക്കുമ്പോൾ BP ഭയങ്കര കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇക്കാനെ ഗുളിക കുടിക്കുക, 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യുക, വീണ്ടും നോക്കുക, വീണ്ടും കൂടുതൽ, പിന്നെയും ഗുളിക കുടിക്കുക, അതുപോലെ റെസ്റ്റ് ചെയ്യുക. അങ്ങനെ ഒരുപാട് സമയം അവിടെ ഇരുന്നു കേട്ടോ. ഒരു 8:30-9 മണി വരെ നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ ആയി പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കാണിക്കലൊക്കെ കഴിഞ്ഞതാട്ടോ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ വന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്കും നേരം ഒരുപാടായി. കടകളൊക്കെ ഏകദേശം പൂട്ടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ബഡാ ബസാറിലേക്ക് വന്നതാണ് കേട്ടോ. ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. ഇവിടുന്ന് ഇതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കയറിയാൽ എന്താണ് എടുക്കേണ്ടത് എന്നുള്ളത് അറിയില്ല. പിന്നെ അതാട്ടോ ഓരോരുത്തർ ഓരോരോ സെക്ഷനിൽ ഓർക്ക് വേണ്ടത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് എന്ന് കരുതി ഞാൻ അതും ഇതും എല്ലാം അങ്ങോട്ട് വാങ്ങാനൊന്നും സമ്മതിക്കൊന്നുമില്ല കേട്ടോ. ഞാനാണെന്നുണ്ടെങ്കിൽ ചെരുപ്പിൻ്റെ സെക്ഷനിൽ കൂടെ വാങ്ങിയിട്ടില്ലെങ്കിലും വെറുതെ അതൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കി നടന്നതാണ്. ചെക്കന്മാരാണെങ്കിൽ കാണുന്നതെല്ലാം ഓർക്ക് വേണം കേട്ടോ. പിന്നെ ഞാൻ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ അവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ ക്ലാസ്സുകളൊക്കെ പൊട്ടി തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 10 ക്ലാസ്സും അതുപോലെ തുടക്കണം മഫ് അങ്ങനെ പെനോയിൽ കാര്യങ്ങൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടുന്ന് വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും നല്ല വിശന്നിട്ടുണ്ടായിരുന്നു. സമയം ഒരു 9:30-10 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. അപ്പോൾ കുയിനലത്ത് വന്നിട്ട് അവിടെ നിന്നാണ് കേട്ടോ, നൈസ് ഹോട്ടലിൽ നിന്നാണ്, നല്ല ഫുഡാണ്. മന്തി കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് വന്നു. ഇവിടെ എത്തിയപ്പോൾ മക്കൾക്ക് പൊറാട്ട മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും പൊറാട്ട കഴിച്ചു. പിന്നെ നേരെ പെങ്ങളെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ. ഇവിടേക്ക് വരുമ്പോൾ 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് കയറിയിട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ അവിടുന്ന് താത്ത കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ആ ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ടാണ് കേട്ടോ പോന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.